ജോയിന്റ് ആർടിഒ ചമഞ്ഞ് പണം തട്ടാനുള്ള യുവാവിന്റെ ശ്രമം പൊളിച്ചടുക്കി സ്വകാര്യ ബസ് ഉടമ. ഫോക്കസ് ന്യൂസ് ടിവിയുടെ കോട്ടയം റിപ്പോർട്ടറും ബസ് ഉടമയുമായ രാഹുൽ ഇരുമ്പുകുഴിയുടെ ഉടമസ്ഥതയിലുള്ള ബസ്സിലാണ് തട്ടിപ്പിന് ശ്രമം നടന്നത്. ഫെബ്രുവരി 26-ന് കോട്ടയം ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിലാണ് ഈ സംഭവം ഉണ്ടായത്. പിടിക്കപ്പെടുമെന്ന ഘട്ടമെത്തിയതോടെ തട്ടിപ്പിന് ശ്രമിച്ച വ്യക്തി ഒടുവിൽ ഓടി രക്ഷപ്പെട്ടു. എന്താണ് സംഭവിച്ചതെന്നും എന്താണ് ആ അനുഭവമെന്നും നമ്മുടെ സീനിയർ റിപ്പോർട്ടറായ രാഹുൽ തന്നെ നമ്മളോട് പങ്കുവെക്കും. നിരന്തരം നിരവധി തട്ടിപ്പ് കേസുകൾ കാണുകയും അതിലൊക്കെ ഇടപെടുകയും അത് വാർത്തയാക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ നമ്മളെ ഒരു വിരുദ്ധൻ തട്ടിപ്പിന് ഇരയാക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു രസകരമായ സംഭവമാണ്. എന്താണെങ്കിലും ഭാഗ്യത്തിന് പണം നഷ്ടപ്പെട്ടില്ല. ഇന്നലെ ഉച്ചയ്ക്ക് എൻ്റെ ഒരു ബസ് ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന സമയത്ത് കണ്ടക്ടറുടെ ഒരു കോള് എനിക്ക് വരികയാണ്. ആ സമയത്ത് ഞാൻ സ്ഥലത്തില്ല. കണ്ടക്ടറുടെ ഫോൺ വരുന്നു. ഞാൻ ഫോൺ എടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ചേട്ടാ ജോയിന്റ് ആർടിഒ വന്നിട്ടുണ്ട്, ചേട്ടനോട് സംസാരിക്കണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. കണ്ടക്ടർ അദ്ദേഹത്തിൻ്റെ ഫോൺ ഈ ജോയിന്റ് ആർടിഒക്ക് കൊടുക്കുന്നു. അദ്ദേഹം ഫോൺ വാങ്ങിയ ഉടനെ എന്നോട് പറഞ്ഞ്, ഞാൻ സുനിലാണ്, കോട്ടയം ജോയിന്റ് ആർടിഒ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം ആളെ പിടികിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം വളരെ സൗഹൃദമുള്ള രീതിയിൽ, മുൻ പരിചയമുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. തനിക്ക് എന്നെ മനസ്സിലായില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായില്ല. ആളെ പിടികിട്ടിയില്ലെങ്കിലും ഞാൻ എന്താണ് സാറേ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് രാവിലെ ചങ്ങനാശ്ശേരി നഗരത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വാഹനം ഒന്ന് ആക്സിഡൻ്റായി, കൈക്ക് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമായിട്ടൊന്നുമില്ല, ക്യാഷായിട്ടൊന്നുമില്ല, ATM കാർഡും ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു 2000 രൂപ വേണം. ഈ ബസ്സിലെ കണ്ടക്ടറുടെ കയ്യിൽ നിന്ന് 2000 രൂപ ക്യാഷായിട്ട് വാങ്ങുകയാണ്. തനിക്ക് ഞാൻ അത് GPay ഇട്ട് തന്നേക്കാമെന്ന് പറഞ്ഞു. ഇത് തന്നെയല്ലേ GPay നമ്പർ എന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ അത് തന്നെയാണ് നമ്പർ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് എന്താണെങ്കിലും ഒരു സംശയം അപ്പോഴും അവിടെ തോന്നി. എന്നാൽ പണം മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അദ്ദേഹം ധൃതി വെക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറിൻ്റെ പേര് ഒന്നുകൂടെ പറയുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, സുനിൽ കോട്ടയം ജോയിന്റ് ആർടിഒ സുനിൽ. എന്നെ ഓർക്കുന്നില്ലേ, കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളുടെ വണ്ടിയൊക്കെ ടെസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞു. അത്യാവശ്യം ജോയിന്റ് ആർടിഒമാരെയൊക്കെ നമുക്ക് ബന്ധമുള്ളവരാണ്. അപ്പോൾ അങ്ങനെ ഒരു പേരുള്ള ജോയിന്റ് ആർടിഒ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, കോട്ടയം കളക്ട്രേറ്റിൻ്റെ അടുത്തുള്ള ഓഫീസിൽ വെച്ച് നമ്മൾ ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട്, ഓർക്കുന്നില്ല എന്ന് ചോദിച്ചു. അതുകൂടായപ്പോൾ ഞാൻ സംഗതി ഉറപ്പിച്ചു, ഇത് തട്ടിപ്പാണെന്നുള്ള ഞാൻ ഉറപ്പിച്ചു. ഞാൻ ചോദിച്ചു, സാർ ഇപ്പോഴും കോട്ടയത്ത് തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു ആത്മവിശ്വാസത്തോടു കൂടി, ഞാൻ ഇപ്പോഴും കോട്ടയത്ത് തന്നെ ഉണ്ട്, എത്ര നാളായി, നമ്മളൊക്കെ ഇപ്പോഴും കോട്ടയത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്തൊരു ചോദ്യം ചോദിച്ചു, സാറേ കോട്ടയത്ത് ആർടിഒ ഇപ്പോൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം അദ്ദേഹം അവിടെ പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിതമായത് അങ്ങനെ ഒരു ചോദ്യം. ആ ചോദ്യം ചോദിച്ചപ്പോഴേക്ക് അദ്ദേഹം ഒരു സെക്കൻഡ് ഒന്ന് മിണ്ടാതെ നിന്നു, ഒന്ന് പതറി. എന്നിട്ട് പെട്ടെന്ന് മറുപടി ഉണ്ട് കേട്ടോ, എല്ലാത്തിനും മറുപടി ഉണ്ട്. അത് നമ്മുടെ സെബാസ്റ്റ്യൻ സാറാണ്, പള്ളിക്കത്തോടുകാരൻ സെബാസ്റ്റ്യൻ സാറ് എന്ന് പറഞ്ഞു. സാറിനെ അറിയത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല സെബാസ്റ്റ്യൻ സാറിനെ എനിക്ക് അറിയത്തില്ല. സാർ എന്ന് വന്നു, അവിടെ എന്ന് ചാർജ് എടുത്തു വെച്ചാൽ പറഞ്ഞു, സാറ് വന്നിട്ട് 3-3.5 മാസമായല്ലോ, നിങ്ങൾക്ക് കണ്ടാൽ അറിയാവുന്ന ആളാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് പറഞ്ഞു, സഹോദര മേലാൽ ഇത്തിരി പണിയും കൊണ്ട് ഇറങ്ങൽ, വല്ല ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് എന്താ? ഞാൻ പറഞ്ഞെടോ, കോട്ടയത്ത് ആർടിഒ ഇല്ലാതായിട്ട് 6 മാസമായി. പത്തനംതിട്ട ആർടിഒ ശ്യാം സാറിനാണ് കോട്ടയം ജില്ലയുടെ ചുമതല കൂടി നൽകിയിരിക്കുന്നത്. അപ്പം ഇത്തിരി പണി കൊണ്ട് മേലാൽ ഇറങ്ങരുത് എന്ന് ഞാൻ പറയുകയും, ഇയാൾ ഈ ഫോൺ കണ്ടക്ടറുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് സ്റ്റാൻഡിലൂടെ ഇറങ്ങി ഓടുകയായിരുന്നു. കണ്ടക്ടർ ഈ ഫോൺ മേടിച്ച് അയാളോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് ഇവൻ ഓടി രക്ഷപ്പെട്ടു. കണ്ടക്ടർ പുറകെ ഓടിയെങ്കിലും ഇയാളെ കിട്ടിയില്ല. പുള്ളി ആൾത്തിരക്കിന് ഇടയിലേക്ക് എവിടേക്കോ ഓടി മറഞ്ഞു. എന്താണെങ്കിലും ആളെ കണ്ടെത്താൻ അല്ലെങ്കിൽ പിടികൂടാൻ സാധിച്ചില്ല. ഇതിനകത്ത് സാമ്പത്തികമായി എനിക്ക് നഷ്ടം ഉണ്ടാകാഞ്ഞത് കൊണ്ട് തന്നെ ഞാനിത് സംബന്ധിച്ച് നിയമപരമായി പോലീസിലോ മറ്റോ പരാതി നൽകിയിട്ടില്ല. പക്ഷേ ഞാൻ ഉടൻ തന്നെ യഥാർത്ഥത്തിലുള്ള കോട്ടയം ജോയിന്റ് ആർടിഒയെ ഫോണിൽ ബന്ധപ്പെടുകയും അദ്ദേഹത്തെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. ഇതുപോലെ താങ്കളുടെ പേരിൽ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇന്നലെ രാത്രി ഞാനൊരു സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ചൊരു പോസ്റ്റ് ഇട്ടു. ഈ തട്ടിപ്പുകാരൻ്റെ പടം, അതായത് ബസ്സിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ആ ഫോട്ടോ ഉൾപ്പെടെ വെച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് കണ്ടതിന് ശേഷം ഇന്ന് കോട്ടയത്ത് നിന്ന് 2 ബസ് ഉടമകൾ എന്നെ വിളിച്ചു. സമാനമായ രീതിയിൽ തന്നെ അവർ തട്ടിപ്പിനിരയായി എന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയോ മറ്റോ 2 ബസ്സുകളിൽ ചെന്നിട്ട് ഒരു ബസ്സിൽ നിന്ന് 1300 രൂപ, മറ്റൊരു ബസ്സിൽ നിന്ന് 2000 രൂപ ഇതേ രീതിയിൽ ജോയിന്റ് ആർടിഒ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജീവനക്കാരെ കൊണ്ട് ഉടമയെ വിളിപ്പിച്ചിട്ട് ജീവനക്കാരിൽ നിന്ന് പണവും വാങ്ങിപ്പോയതാണ്. എന്നാണെങ്കിലും ചെറിയ പണമായതുകൊണ്ട്, അത് ചെറിയ തുക ആയതുകൊണ്ട് അവരാരും തന്നെ ഇതിൽ ഔദ്യോഗികമായി പോലീസിലോ മറ്റോ പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സൊസൈറ്റിയിൽ നമുക്ക് ചുറ്റും ഇത്തരത്തിലുള്ള വ്യാജൻ ആർടിഒമാരും അല്ലെങ്കിൽ SP-മാരും, എന്തിനേറെ പറയുന്നു ജില്ലാ കളക്ടർമാർ വരെ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ പണം പോകുമെന്ന് മാത്രമാണ് പറയാനുള്ളത്.